നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതം ഒരു പുസ്തകമാണ്. സ്നേഹത്തെയും വേദനകളെയും തുന്നിക്കെട്ടി നെയ്തെടുത്ത അനുഭവങ്ങളുടെ പേജുകളാൽ നിറഞ്ഞ ഒരു പുസ്തകം. അതിലെ ചില അധ്യായങ്ങൾ കണ്ണുനീരാൽ നിറഞ്ഞതായിരിക്കും, ചിലത് ചിരിയാൽ നിറഞ്ഞിരിക്കുന്നതായിരിക്കും. എന്നാലും ഓരോ പേജുകളിലും ഓരോ പാഠമുണ്ട്, കഥയുണ്ട്, അതിൽ പ്രതീക്ഷയുണ്ട്. പ്രയാസങ്ങൾ മനസ്സ് തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരു ഇരുട്ടിനെയും തുളച്ച് ഒരു നാൾ പ്രകാശം നമ്മളെ തേടി വരും, പ്രതീക്ഷിച്ചതിനും മുകളിലേക്ക്. ഇപ്പോൾ MLA ആയ പിഷാരടിയുടെയും മറ്റു ചില രാഷ്ട്രീയ സിനിമാക്കാരുടെയും സംഭവ ബഹുലമായ സംഭവങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. പുതിയ കേരള നിയമസഭയിൽ കലാകാരന്മാർക്ക് അഭിമാനിക്കാവുന്ന 3 കലാകാരന്മാരാണ് ജയിച്ച് MLA-മാരായിരിക്കുന്നത്. കരുനാഗപ്പള്ളി MLA ആയ CR മഹേഷ്, നിലമ്പൂർ MLA ആയ ആര്യാടൻ ഷൗക്കത്ത്, പാലക്കാട് MLA ആയ രമേശ് പിഷാരടി എന്നിവരാണിവർ. ഇപ്രാവശ്യം നടനും സംവിധായകനും അവതാരകനും ഒക്കെയായി സിനിമയുടെ സമസ്ത മേഖലകളിലും സാന്നിധ്യമുറപ്പിച്ച പിഷാരടി നിയമസഭയിലെത്തുന്നു എന്നത് സിനിമാക്കാരായ എല്ലാവർക്കും വളരെ സന്തോഷമേകുന്ന കാര്യമാണ്. കഴിഞ്ഞ നിയമസഭയിൽ സിനിമാക്കാരായ 2 നടന്മാരുണ്ടായിരുന്നു. എന്നാൽ ആ 2 പേരും ഇപ്പോഴില്ല. അത് നമ്മുടെ ഗണേഷ് കുമാറും മുകേഷുമാണ്. ഇവർ 2 പേരും സ്ത്രീ വിഷയത്തിൽ അപവാദം കേൾക്കേണ്ടി വന്ന് നാണം കെട്ട് തലകുനിച്ചു നിൽക്കേണ്ടി വന്നവരാണ്. അത് സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ നാണക്കേടിനും പേരുദോഷത്തിനും വകവെച്ചു. മുകേഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ പരാതികൾ ഉയർന്നു വന്നു. എന്നാൽ ഗണേഷിനെ സംബന്ധിച്ചാകട്ടെ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ പതനത്തിനിടവരുത്തിയത് കുടുംബത്തിൽ നിന്നും മാത്രമാണ്. പിഷാരടിയുടെ പേരിൽ ഇത്തരം ഏടാകൂടങ്ങളൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം സിനിമയിൽ വന്നിട്ട് വർഷങ്ങളേറെയായെങ്കിലും ഇന്ന് വരെയും ഒരു പേരുദോഷവും ഉണ്ടാക്കിയിട്ടില്ല. സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ വെച്ചടി മികവ് തെളിയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊന്നും കൈമോശം വരുത്താതെ കിട്ടിയ ഭാഗ്യത്തിലും ഉയർച്ചയിലും അഹങ്കാരം തോന്നാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ശോഭനമായ ഒരു രാഷ്ട്രീയ ഭാവി പിഷാരടിക്ക് ഉണ്ടാകും. സിനിമയും അഭിനയവും ബാക്കിയെല്ലാം മാറ്റിവെച്ച് നല്ലൊരു ജനസേവകനാകുമെന്ന് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പിഷാരടി അക്ഷരം പ്രതി പാലിക്കുമെന്ന് ഉറപ്പാണ്. സെലിബ്രിറ്റികളായ കരമന സുധീർ, അഞ്ജലി നായർ, റോബിൻ രാധാകൃഷ്ണൻ, വിവേക് ഗോപൻ, അഖിൽ മാരാർ തുടങ്ങിയവരൊക്കെ മത്സര രംഗത്തുണ്ടായിരുന്നുവെങ്കിലും അവരെയെല്ലാം ജനം കണ്ടില്ലെന്ന് നടിച്ചു. ഇവർക്കൊന്നും നിലം തൊടാൻ കഴിഞ്ഞില്ല. അമ്പേ ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടതായും വന്നു. മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാർ കുറച്ചൊക്കെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും പലരുടെയും പ്രാക്കും ശാപവും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ടെന്നുള്ളത് പറയാതെ വയ്യ. ഗണേഷ് കുമാർ പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മക്കൾ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. എന്റെ അപ്പ സ്വപ്നം കണ്ട മാറ്റമാണ് പത്തനാപുരത്ത് സംഭവിച്ചത്. എന്റെ അപ്പയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഇപ്പോഴാണ് നീതി കിട്ടിയത്. പത്തനാപുരത്തെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് 1000 നന്ദി എന്നാണ് അവർ പറഞ്ഞത്. കൂടാതെ ഗണേഷ് കുമാറിന്റെ കുടുംബത്തുള്ള സ്ത്രീകൾ പോലും പത്തനാപുരത്തെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു എന്നതാണ് സത്യം. ഗണേഷ് കുമാറിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം പരാജയം ഏറ്റുവാങ്ങിയ ജ്യോതികുമാർ ചാമക്കാല വലിയ അവകാശവാദങ്ങളോ ബഹളങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ വളരെ തന്മയത്വത്തോടുകൂടി നിന്ന് ഗണേഷ് കുമാറിനെ മലർത്തിയടിക്കുകയാണ് ഉണ്ടായത്. ജ്യോതികുമാർ ചാമക്കാലയുടെ ഈ വിജയത്തെ സൈലന്റ് കില്ലർ എന്നാണ് പലരും വിശേഷിപ്പിച്ചത്. മുകേഷിന് ഒരുപക്ഷെ നേരത്തെ മനസ്സിലായി കാണും കാര്യങ്ങൾ പന്തികേടാണെന്ന്. അതുകൊണ്ടായിരിക്കാം MLA ആയി കടന്നുകൂടുവാനുള്ള വഴി ബിന്ദു കൃഷ്ണയ്ക്ക് അനുകൂലമാക്കിയിട്ട് സീറ്റിന് ശ്രമിക്കാതെ പതുക്കെ മുങ്ങിയത്. മുകേഷിന്റെ തീരുമാനം എന്തായാലും നന്നായി. അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെക്കാളും സ്ഥിതി പരിതാപകരമായേനെ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യക്ക് പാത്രമായ ആളാണ് പിഷാരടി. പിഷാരടി പാലക്കാട്ട് ഒരിക്കലും വിജയിക്കില്ല എന്നും ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും വിധിയെഴുതിയവരാണ് പാലക്കാടിന് വെളിയിലുള്ളവർ. വെറുമൊരു കോമാളിയായി പോലും അദ്ദേഹത്തെ ചിത്രീകരിക്കപ്പെട്ടു. എന്നാൽ വിവേകത്തോടെയും പക്വതയോടെയും അതിലുപരി സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമുള്ള ഇടപെടലുകളും സംസാര ശൈലിയും കൊണ്ട് തള്ളിപ്പറഞ്ഞവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുകയാണ് ഉണ്ടായത്. എന്തായാലും പിഷാരടി പാലക്കാട്ടുകാർക്ക് വലിയൊരു അസറ്റും സിനിമാക്കാർക്ക് അഭിമാനവുമായി കേരള നിയമസഭയിൽ തന്റേതായ സാന്നിധ്യം ഉറപ്പുവരുത്തി സത്യത്തിനും നീതിക്കും വേണ്ടി കർമ്മനിരതനായി നിലകൊള്ളുമെന്നത് നിസ്സംശയം പറയാവുന്നതാണ്. ഇതുപോലെ തന്നെ പലർക്കും പ്രതീക്ഷയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എന്റെ നാടായ ആലപ്പുഴയിലും ഉണ്ടായിരുന്നത്.
പറയുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഒരു അഭിമാന നേട്ടമാണ് ഞങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്. നവകേരള സദസ്സിലെത്തിയ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ പൈശാചിക ആക്രമണത്തിനിരയായി തല പൊട്ടിപ്പിളർന്ന് ചോരയിൽ മുങ്ങിയ മുഖവുമായി നിൽക്കുന്ന AD തോമസ് എന്ന ചെറുപ്പക്കാരന്റെ മുഖം പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങളൊക്കെ കണ്ടതല്ലേ? ഉപജീവനത്തിന് വേണ്ടി അതിരാവിലെ കടലിൽ മീൻ പിടിക്കാൻ പോകും, വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും, രാത്രിയായാൽ പെട്രോൾ ബങ്കിൽ ജോലിക്ക് പോകും. ഇങ്ങനെയാണ് ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ ഈ ചെറുപ്പക്കാരൻ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരുന്നത്. സ്കൂൾ പഠനകാലത്ത് ആരംഭിച്ച KSU പ്രവർത്തനം അയാളെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തപ്പെടുവാൻ സഹായിച്ചു. ആലപ്പുഴയിൽ KC അല്ലെങ്കിൽ ആര് എന്ന ചോദ്യത്തിന് മുന്നിൽ എല്ലാവരും പകച്ചു നിന്ന വേളയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശബ്ദമായി നിയമസഭയിൽ എത്താൻ കഴിവും ചങ്കൂറ്റവുമുള്ള ഒരു സ്ഥാനാർത്ഥിയെ KC തന്നെ ആലപ്പുഴയ്ക്കായി സമ്മാനിച്ചു. അതാണ് വിദ്യാഭ്യാസവും കഴിവും ചങ്കൂറ്റവും ചുറുചുറുക്കുമുള്ള AD തോമസ് എന്ന ചെറുപ്പക്കാരൻ. ആലപ്പുഴ മണ്ഡലം CPMന്റെ കുത്തകയാക്കി വെച്ചിരുന്ന ഒരു മണ്ഡലമാണ്. ആലപ്പുഴയിലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കും തന്നെ അവിടെ നിന്ന് ജനവിധി തേടുന്നതിനോട് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അവിടുത്തെ MLA ആയിരുന്ന PP ചിത്തരഞ്ജൻ മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും സ്വാധീനമുള്ള അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ്. പാർട്ടിയിലെ എതിർ ഗ്രൂപ്പിന്റെ നേതാവായ സജി ചെറിയാന് പോലും ചിത്തരഞ്ജൻ ഒരു കീറാമുട്ടിയും തലവേദനയും ഒക്കെ ആയിട്ടുണ്ട് പലപ്പോഴും. ഇത്തരം അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നേരിടാനാണ് അരവയറും മുഴുവയറുമായി അന്നന്നത്തെ അന്നത്തിന് കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാണ് സധൈര്യം മുന്നോട്ട് വന്നതെന്ന് ഓർക്കുക. സ്വന്തം പാർട്ടിയിലുള്ള വമ്പന്മാർക്ക്, അതായത് AM ആരിഫിനെ പോലുള്ളവർക്ക് പോലും ചിത്തരഞ്ജൻ ഒരു പേടി സ്വപ്നമായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം നേടിയെടുത്തത് അദ്ദേഹം CPM എന്ന പ്രസ്ഥാനത്തിലൂടെയാണ്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ആലപ്പുഴയിൽ ചിത്തരഞ്ജൻ അനുകൂലമായിരുന്നു. എന്നാൽ അപ്പോഴും ഉറച്ച വിശ്വാസത്തിലായിരുന്നു KC വേണുഗോപാൽ. ആലപ്പുഴയിലെ ജനങ്ങൾ ചതിക്കില്ല, എല്ലാ മനസാക്ഷി വോട്ടുകളും AD തോമസിന് അനുകൂലമായിരിക്കും, അയാൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് KC പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് KC വേണുഗോപാൽ എന്ന വ്യക്തിക്ക് ആലപ്പുഴയിലെ ജനങ്ങളോടുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ആലപ്പുഴയിലെ ജനങ്ങൾ വീണ്ടും ഊട്ടിയുറപ്പിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ സ്വപ്നം കണ്ടിരുന്ന ചിത്തരഞ്ജന്റെ കപ്പൽ മുങ്ങിത്താന്നു. ചിത്തരഞ്ജൻ ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ല AD തോമസ് എന്ന ഈ പാവം പയ്യൻ ഇത്രയധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തന്നെ നിലം പരിശാക്കുമെന്ന്. 21,980 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് AD തോമസ് ചിത്തരഞ്ജന്റെ അപ്രമാദിത്വം അവസാനിപ്പിച്ചത്. ഇതൊരു ചരിത്ര നേട്ടമാണെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. മീഡിയ പ്രവചനങ്ങൾ പലതും ആലപ്പുഴയും അമ്പലപ്പുഴയും UDFന് അനുകൂലമായിരുന്നില്ല. എന്നാൽ KC തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയ വേളയിൽ AA ശുക്കൂർ സീറ്റ് നിഷേധത്തെ തുടർന്ന് അല്പം നീരസത്തിലായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ചുമതല സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് കയ്യും മെയ്യും മറന്ന് പ്രവർത്തന രംഗത്ത് സജീവമായി. തന്നെ പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ AA ശുക്കൂറിനെ KC വേണുഗോപാൽ അഭിനന്ദനം അർപ്പിക്കുന്ന കാഴ്ച ഞാൻ നേരിൽ കണ്ടതാണ്. ഇപ്പോൾ പത്രമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ ചൂടേറിയ ചർച്ച ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനും ഭാവനയ്ക്കും അനുസരിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടത്തുന്നുണ്ട്. പലരും അവരവരിഷ്ടപ്പെടുന്നവർ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി അവരൊക്കെ ആകും വിധം സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ ഔദ്യോഗിക സ്ഥാനം അലങ്കരിക്കുന്നവർ ആരും തന്നെ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്ന് അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അത് അതിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. എന്തായാലും കടക്ക് പുറത്തെന്നും വീട്ടിൽ പോയി പറഞ്ഞാ മതി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ആയിരിക്കില്ല വരാൻ പോകുന്നത്. സൗമ്യമുഖത്തോടെ നിറപുഞ്ചിരിയോടെ ജനങ്ങളോട് സംവാദിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി, നമ്മുടെ കൊച്ചു കേരളത്തിന് വേണ്ടി നിലകൊള്ളുന്ന, നയിക്കാൻ കഴിവുള്ള, ഭരിക്കാൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രി വരുമെന്നുള്ളത് തീർച്ചയാണ്. വിജയിച്ച എല്ലാ MLA-മാർക്കും അഭിനന്ദനം അർപ്പിക്കുന്നു. ഒപ്പം വരാൻ പോകുന്ന മുഖ്യമന്ത്രിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.